ഒരു ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ വേദമാതാവാണ്. വേദമാതാവായിരിക്കുന്ന ഗായത്രിക്ക് 24 അക്ഷരങ്ങൾ. അത്രയും കാലമായപ്പോഴേക്കും ഭഗവാൻ തന്നെ തീരുമാനിച്ചു ഒരു വേദം മുഴുവനുമേ മുഖജപം കഴിഞ്ഞ പോലെ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും. അതൊന്നുകൂടി ഒരു പ്രാവശ്യമായിട്ട് ആവർത്തിക്കാനാണോ എന്ന് തോന്നും. പിന്നീട് സത്രമായിട്ട് ഇതാ ആവിർഭവിച്ചത്. എല്ലാം ഭഗവാന്റെ എത്രയോ കണക്കുകൂട്ടലുകൾ അല്പം പോലും പഴയ്ക്കാതെ കണ്ട് അതിലെല്ലാം നമ്മളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു സത്രം നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരാവുകയാണ്. കാരണം ഗുരുവായൂരപ്പനെ തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന എത്രയോ സുഹൃതികൾ, എത്രയോ മഹാത്മാക്കൾ, അമ്മയെപ്പോലുള്ള മഹാത്മാക്കളൊക്കെ അതാ മുമ്പിൽ വന്നിരിക്കുമ്പോൾ കാണുമ്പോഴേ സന്തോഷമാണ്. ഇങ്ങനെ എത്ര ആളുകളാണ് ഈ വേദിയിൽ വന്ന് പോയിട്ടുണ്ടാവുക. നമ്മൾ അറിഞ്ഞും അറിയാതെ കണ്ടും. നമ്മുടെ കൂട്ടത്തിലൊക്കെ വന്നിരുന്നാൽ അറിയില്ല സജ്ജനങ്ങളെ. വേഷഭൂഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉള്ളിൽ ഗുരുവായൂരപ്പൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള മഹാത്മാക്കളൊക്കെ നമ്മുടെ വേദിയിൽ വന്നിരുന്ന് കേട്ടിട്ടും നമ്മളെ അനുഗ്രഹിച്ചിട്ടും ഒക്കെ പോയിട്ടുണ്ടാവും ഇത്ര ദിവസം കൊണ്ട്. ഇനിയും വരാനിരിക്കുന്നു ഒരു വലിയൊരു നിര തന്നെ നമ്മുടെ വേദിയിലേക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ, അല്ല കണ്ണൻ്റെ കഥകൾ പാടാൻ. ഇനി നമുക്ക് കേൾക്കാനുള്ളതെല്ലാം ഗുരുവായൂരപ്പൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. ഇത്ര ദിവസം നമ്മൾ കേട്ടു അനവധി അവതാരങ്ങളിൽ കൂടി പരീക്ഷിത്ത് എന്ന് പരീക്ഷീണനായിരിക്കുന്ന ഒരു ജീവനെ ശ്രീശ്വബ്രഹ്മർഷി പറഞ്ഞു, വരൂ എൻ്റെ കൂടെ ഭാഗവതമാകുന്ന ഗംഗയിൽ ഒന്ന് മുങ്ങാൻ, ഈ പാദതീർത്ഥത്തിൽ ഒന്ന് മുങ്ങാനായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷിത്തായിരിക്കുന്ന പരിപൂർണ വിരക്തനായിരിക്കുന്ന ആ ജീവനെ പിടിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിനും ഒരു മോഹം മാത്രമേ ഉണ്ടായുള്ളൂ പരീക്ഷത്തിന്. എവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചു. തൻ്റെ അമ്മയുടെ ഉള്ളിൽ വെച്ച് കണ്ടതായിരിക്കുന്ന ആ നീലക്കല്ലിനെ, ആ നീലരൂപത്തിനെ അന്വേഷിച്ചു കൊണ്ട് അദ്ദേഹം ഏതെല്ലാം ലോകങ്ങളിൽ എവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചു. അവസാനം വന്ന് പെട്ടത് എവിടെയാ? നമ്മുടെ ഭാരതഭൂമിയിൽ. അവിടെ വെച്ച് അദ്ദേഹത്തിനിതാ പണ്ടേ ഉണ്ടായിരുന്ന വിരക്തി ഇപ്പം പരിപൂർണ വിരാഗത്തിലേക്ക് വന്നോടുകൂടി കൃഷ്ണാംഘ്രിസേവാമധിമന്യമാനാമുപാവിശൽ പ്രായമമർത്യ നദ്യാം, എല്ലാ ബന്ധങ്ങളും വിട്ടുകൊണ്ട് അദ്ദേഹം പരിപൂർണ ബന്ധന വിമുക്തനായിക്കൊണ്ട് അദ്ദേഹം ഭാഗവതൻ്റെ മുമ്പിൽ വന്നിരുന്നു. ഗംഗാതീരത്തിലേക്ക് വന്നപ്പോഴേക്കും തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര, വ്യാസപുത്രൻ എന്ന രൂപത്തിൽ കൂടി സാക്ഷാൽ ഭഗവാൻ തന്നെ. ഗുരുവായൂരപ്പൻ്റെ കഥ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഭാഗവതം ചോദിക്കുക. അത് പറയാൻ ഗുരുവായൂരപ്പനല്ലാതെ കണ്ട് മറ്റൊരാൾക്ക് സാധിക്കില്ല. അവിടുത്തെ ചരിത്രം പറയാൻ അവിടത്തേക്കേ അറിയുള്ളൂ. നമ്മുടെ കഥ പറയാൻ നമുക്കേ അറിയില്ല. ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാൻ ഭഗവാൻ മാത്രമേ വിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാൻ വ്യാസപുത്ര രൂപത്തിൽ ഗുരുഭാവത്തിൽ അവിടെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ ഗുരുനാഥൻ്റെ പാദങ്ങളെ നമിച്ചുകൊണ്ട് ചോദിച്ചത് ഒരു കാര്യം മാത്രമാണ്. മരണാസന്നനായിരിക്കുന്ന ഒരാൾ, ഒരു ജീവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ജപിക്കണം, ആരെ സ്മരിക്കണം, ആരെ കീർത്തിക്കണം, എന്ത് വേണം, ഒരു പ്രാവശ്യമേ ചോദിച്ചോളൂ. അതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? സ്മരിക്കുവാൻ നല്ലതു കൃഷ്ണരൂപം, ജപിക്കുവാൻ നല്ലതു കൃഷ്ണനാമം, നമിക്കുവാൻ നല്ലതു കൃഷ്ണപാദം, ശ്രവിക്കുവാൻ നല്ലതു കൃഷ്ണരാഗം. സ്മരിക്കാനും ജപിക്കാനും നമിക്കാനും കേൾക്കാനും എല്ലാത്തിനും ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ആ ശ്രീകൃഷ്ണ പാദങ്ങൾ. ആ കണ്ണനെക്കുറിച്ചുള്ള സ്മരണകൾ, കണ്ണൻ്റെ പാദങ്ങളെ ആശ്രയിക്കൽ, ഭാഗവതം. ഇനി നമുക്ക് പറഞ്ഞു തരുന്നതെല്ലാം അത് മാത്രമാണ്. ഇനിയാണ് കണ്ണനെക്കുറിച്ച് മാത്രമേ ഇനി കേൾക്കാനുള്ളൂ. ഇനി മറ്റൊരു അവതാരനെക്കുറിച്ച് കേൾക്കേണ്ടത് ആവശ്യമില്ല. അതെല്ലാം അംശാംശമായിട്ടും കലാവതാരമായിട്ടും പൂർണ്ണാവതാരമായിട്ടും ഒക്കെ കണ്ടു നമ്മൾ, അല്ലേ? ആവേശാവതാരമായിട്ട് പരശുരാമനൊക്കെ ആവേശമാണ്. ഒരാവേശത്തിന് വന്നു, ഒരു തിരമാല പോലെ അടിച്ചു വന്നു, അങ്ങനെ പോയി. നരസിംഹവും കൂർമാവതാരവും അതേപോലെ വരാഹാവതാരവും മത്സ്യാവതാരം ഒക്കെ അതേപോലെയാണ്.
ഒന്ന് വന്നു, തൻ്റെ രൂപം അങ്ങനെ കാണിച്ചു, ഒരു തെരനോട്ടം, അത് കഴിഞ്ഞ് അവർ പോയി, അത്രേ ഉള്ളൂ. കഥകളിയുടെ തെരനോട്ടം പോലെ ഒന്ന് വന്നൊരല്പനേരം ഈ പ്രപഞ്ചമാകുന്ന നാടകവേദിയിൽ വന്നൊന്ന് നൃത്തം ചവിട്ടിയിട്ട് അവർ പോയി. പക്ഷെ കൃഷ്ണാവതാരം അതല്ല. പരിപൂർണതമ സാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം ജാതഃ. പരിപൂർണതമനായിരിക്കുന്ന ഭഗവാൻ, അതിനാണ് മഹിമ കൂടുതൽ. പരിപൂർണതരൻ, പരിപൂർണതമൻ. ശ്രീരാമചന്ദ്രൻ പരിപൂർണതരനായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനായപ്പോഴേക്കും ഇനി ഒന്നില്ല പറയാനായിട്ട്. പരിപൂർണതമസാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം ജാതഃ. ഭഗവാൻ പരിപൂർണതമനാണ്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ബ്രഹ്മം അങ്ങനെ തന്നെ ഒരു സ്വരൂപം എടുത്ത് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതാണിതാ ശ്രീലകത്ത് മിന്നണത്. ആ മിന്നുന്ന രൂപമാണ് സാക്ഷാൽ ബ്രഹ്മം. ബാക്കിയെല്ലാം അംശജ. ബാക്കി എന്തെല്ലാം അവതാരങ്ങളുണ്ടോ, ശിവനും ഭദ്രകാളിയും ഗണപതിയും മുരുകനും, ഇങ്ങനെ അനവധി വേഷങ്ങളെ നമുക്ക് കാണിച്ചു തന്നു ഭഗവാൻ. ഇതൊക്കെ എൻ്റെ അംഗങ്ങൾ മാത്രമാണ്. ഞാനായിട്ടുള്ളത് ആരാ? കൃഷ്ണശ്രീ ഭഗവാൻ സ്വയം. ഭഗവാന്റെ വാക്കതാണ്. ഞാനേ ഉള്ളൂ സ്വയമായിട്ട് വന്നത്, അത് ഭഗവാൻ മാത്രം. അതങ്ങനെ തന്നെ കാരാഗ്രഹത്തിൽ അവതരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഭാഗവതം അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മളെങ്ങനെ ഉൾക്കൊള്ളണം? നമ്മുടെ ഹൃദയമാകുന്ന കാരാഗ്രഹത്തിൽ ഒരു നീലക്കല്ലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നമുക്കങ്ങനെ വെളിച്ചം പരത്തുക. നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും, നമ്മുടെ കാഴ്ചയിലും നമ്മുടെ വാക്കിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാം ഇനി ആ നീലക്കല്ലിൻ്റെ പ്രകാശം അത് മാത്രമാണ് ഇനി ഭാഗവതത്തിൽ നമുക്ക് കാണിച്ചു തരാൻ പോണത്. അതിനു വേണ്ടിയിട്ടാണ് പരീക്ഷിത്ത് മഹാരാജാവും ദിവസങ്ങളോളം 4 ദിവസമായി കാത്തിരിക്കുന്നു. അദ്ദേഹം, ഗുരുനാഥ, എനിക്ക് എത്തിപ്പെടേണ്ടത് ആ കണ്ണൻ്റെ രൂപത്തിലേക്കാണ്. ഏതൊരു ശ്രീകൃഷ്ണ ഭഗവാനാണോ എൻ്റെ പിതാമഹന്മാരെ മുഴുവനും അനുഗ്രഹിച്ചത്, വലുതായിരിക്കുന്ന കൗരവ സൈന്യത്തിനെ മുഴുവനും ജയിച്ച് എൻ്റെ പിതാമഹന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർക്കെല്ലാം സൗഖ്യത്തിനെ കൊടുത്തത്, അവർക്കെല്ലാം ജയത്തിനെ കൊടുത്തത് ഏതൊരു ഭഗവാനാണോ ആ ശ്രീയപ്പതിയായിരിക്കുന്ന ഭഗവാനെ ദൃഷ്ട്വാ കൃഷ്ണം ശ്രീയപ്പതി. ആ കണ്ണനെ ഒന്ന് കാണാൻ വല്ലാത്തൊരു മോഹം. ആ പൊന്നുണ്ണി കണ്ണനല്ലേ അമ്മയുടെ ഉദരത്തിൽ ഈ ഉള്ളവൻ കഴിഞ്ഞ് ദ്രൗണ്യസ്രവിപ്ലുഷ്ടമതം മതംഗം സന്താനബീജം കുരു പാണ്ഡവാനാം. ആ പാണ്ഡവമിതം കർത്തും ദ്രവണേ അസ്ത്രമബുദ്ധ്യത. ഒരസ്ത്രം കൊണ്ട് പാണ്ഡവന്മാരുടെ വംശം മുഴുവനും ഇല്ലാതാക്കണം എന്നുള്ള ഭാവത്തിൽ കൂടി ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതായിരിക്കുന്ന ആ ദ്രവണിയുടെ അസ്ത്രം വന്നപ്പോൾ കരിഞ്ഞുണങ്ങിപ്പോയി ഗുരുനാഥായി ഉള്ളവൻ. പക്ഷേ എങ്ങനെയാ ജീവൻ വെച്ചെന്നറിയോ? എന്നെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഭഗവാൻ, ഏതൊരു സച്ചിദാനന്ദ മൂർത്തിയാണോ നമ്മളിതാ നല്ല പ്രദക്ഷിണ വഴി ഉണ്ടാക്കി ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവിടത്തെ അനുഗ്രഹം നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ്. പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പനോട് ചേരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം മോഹിക്കുമ്പോൾ ഇവിടെ ഭഗവാൻ പറയണു, ഭക്തന്മാരെ പ്രദക്ഷിണം വയ്ക്കാൻ ഞാനുണ്ടല്ലോ, ഭക്തന്മാരെ രക്ഷിക്കാൻ ഞാനുണ്ടല്ലോ എന്നുള്ളൊരു കാരുണ്യത്തോടു കൂടിയിട്ട് അമ്മയുടെ ഉദരത്തിലേക്ക് തൻ്റെ യോഗാവസ്ഥയിൽ വന്നുകൊണ്ട് ആ ഉണ്ണിയെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് അവസാനം ഉണ്ണിക്ക് ജീവൻ വെച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഭാവമൊക്കെ മാറി ഉണർന്ന ഭാവത്തോടുകൂടി ഒന്ന് കണ്ണു വിഴിച്ച് നോക്കുമ്പോൾ അങ്കുഷ്ടമാത്രമലം സ്ഫുരൻ പുരണമൗലിനം. ഇതൊരു ഭംഗിയാ ഗുരുവായൂരപ്പാ. ഒരു തള്ളവല്ലിൻ്റെ രൂപത്തിൽ ഞാനുണ്ടട്ടോ നിൻ്റെ കൂടെ. ഗുരുവായൂരപ്പൻ വിളിച്ചു പറഞ്ഞത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളോട് ഓരോരുത്തരോടും എന്തെല്ലാം എത്ര അസ്ത്രങ്ങൾ. ദ്രൗണിയുടെ ഒരസ്ത്രം മാത്രമേ വന്നോളൂ പരീക്ഷത്തിന്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുന്ന അസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാലും പോരാ. ക്രൂരമായിരിക്കുന്ന അമ്പുകൾ എത്രയാണ് നമുക്ക് ചുറ്റും വരണത്. നമ്മുടെ നിന്ന് മാത്രമാണോ? ഈ പ്രകൃതിയിൽ നിന്ന് മാത്രമാണോ? അതല്ല, നമ്മുടെ ബന്ധുക്കളിൽ നിന്നും, ഭാര്യയിൽ നിന്നും, ഭർത്താവിൽ നിന്നും, മക്കളിൽ നിന്നും, അല്ലേ, നാട്ടുകാരിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, ഭരണാധികാരികളിൽ നിന്നും. നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ നിന്നും മുഴുവനും ക്രൂരമായിരിക്കുന്ന അമ്പുകൾ നമ്മളെ നശിപ്പിക്കാൻ ചേർത്ത് ഓടി വരുമ്പോൾ നമ്മളെപ്പോഴും തളർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും തളർന്നു പോകണു ഗുരുവായൂരപ്പാ. നമ്മൾ പറയാറില്ലേ, എല്ലാം ഉണ്ട് കണ്ണാ, എന്നിട്ടും എന്തോ ഒരു തളർച്ച.
ശരീരത്തിനല്ല തളർച്ച വരണത്, പിന്നെ എന്തിനാ? മനസ്സിനെയാണ് അല്ലേ? ആ മനസ്സിലേക്കാണ് ക്രൂരമ്പുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മളെ തേടി വരുമ്പോൾ, നമ്മളെല്ലാം അതിപ്പെട്ടിങ്ങനെ വിഷമിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആരുണ്ട്? അവിടെയാണ് പരീക്ഷിത്ത് എന്ന ജീവൻ നമ്മളോട് വിളിച്ചു പറയണു, തളരണ്ടാട്ടോ, ഗുരുവായൂരപ്പനുണ്ടേ കൂടെ, വിളിച്ചോളൂ. തിരുനാമാചാര്യനുള്ള സമയത്ത് അദ്ദേഹം നാരായണാലയത്തിലിരുന്ന് ഉറക്കനെ വിളിച്ചു പറയും, വിളിച്ചോളൂ ഭഗവാന്റെ പാദങ്ങൾ, ഉറക്കനെ വിളിച്ചോളൂ, നാരായണ എന്ന് വിളിച്ചോളൂ എന്ന് പറയും. അദ്ദേഹം അങ്ങനെ പറയാം, ഉറക്ക വിശ്വസിച്ചോളൂ, മുറുക്കെ പിടിച്ചോളൂ ആ പാദങ്ങളെ, നാരായണ എന്ന് വിളിച്ചോളൂ. ആർത്ത വിഷണ്ണ ശിഥിലാശ്ച ഭീത ഘോരേഷു ച വ്യാധിഷു വർത്തമാന സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖാ സുഖിനോ ഭവന്തു. എന്തെല്ലാം ദുഃഖങ്ങളായിക്കോട്ടെ, ഏതെല്ലാം അമ്പുകളായിക്കോട്ടെ, അതിനെല്ലാം തടഞ്ഞു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെ മനസ്സിലെപ്പോഴും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പൊന്നു തൃപ്പാദങ്ങൾ, അവിടുത്തെ മനോഹരമായിരിക്കുന്ന രൂപം നമ്മുടെ ഉള്ളിലുണ്ടായാൽ അത് മാത്രം മതി. പരീക്ഷത്തെ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഇതൊക്കെ. അതുകൊണ്ട് ആശ്രയിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കഥ കേൾക്കാനല്ലേ ഗുരുനാഥ അടിയങ്ങളിതാ ഊണും ഉറക്കും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നൈഷാദി ദുസ്സഹാക്ഷുന്മാ ത്യക്തോദം അവിബാധതെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അവിടുത്തെ ഹരികഥാമൃതം കേൾക്കാൻ, അവിടുത്തെ തിരുമുഖത്ത് താൻ നിർഗളിച്ചു വരുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ അടിയങ്ങളിതാ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് നോക്കിയിരിക്കുകയാണേ. കഥകൾ പറഞ്ഞു തരണേ, കണ്ണനെക്കുറിച്ച് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുമ്പോൾ എന്താ ശ്രീശോഭനമൊക്കെ ഉണ്ടായി ഒരു സന്തോഷം. പരീക്ഷത്ത് മഹാരാജാവിന് സൂതൻ പറഞ്ഞു കൊടുക്കുക. സൂതൻ നൈമിഷാരണ്യത്തിൽ ആ ആയിരക്കണക്കായിരിക്കുന്ന ശവണകാതി ഋഷിമാരോട് പറഞ്ഞു കൊടുക്കണു, ഹേ മഹർഷീശ്വരന്മാരെ, സജ്ജനങ്ങളെ, എത്രയായി സന്തോഷം ശ്രീശുഗണെന്ന് കണക്കില്ല. കാരണം കണ്ണനെക്കുറിച്ച് പറയൂ എന്നല്ലേ പറഞ്ഞത് അല്ലേ? അതാ പറയേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ ആരെക്കുറിച്ചാണ്? പരസ്പരാണു കഥനം പാവനം ഭഗവൽ യശ. എപ്പോഴും നമ്മൾ പറയേണ്ടത് ആരെക്കുറിച്ചായിരിക്കണം? കണ്ണനെക്കുറിച്ച് പറഞ്ഞോളൂ, കണ്ണനെക്കുറിച്ച് കേട്ടോളൂ, അതിനെ തന്നെ സ്മരിച്ചോളൂ. ജീവിതത്തിൽ നമുക്ക് ആനന്ദം വേണോ? ദുഃഖമാകുന്ന ഇരുട്ട് മാറിക്കിട്ടണം വേണ്ടേ? കണ്ണൻ അവതരിക്കണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറയണം. അങ്ങനെ ഒരു അമ്മ അതാ മുമ്പിലിരിക്കുന്നത്, അമ്മയെ കാണുമ്പോഴൊക്കെ ആ സന്തോഷമാണ്. സദാ കണ്ണനെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ നമുക്കറിയില്ല. നമ്മളറിയാണ്ട് നമ്മുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കും. അവരുടെ ഉള്ളിൽ മുഴുവനും പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ നൃത്തം ചവിട്ടണതും ആ പീലിത്തിരുമുടിയും ആ ഗോപിക്കുറിയും ആ കാരുണ്യമുറുന്ന തൃക്കണ്ണുകളും പുഞ്ചിരിക്കുന്ന തിരുമുഖവും അവിടുത്തെ കണ്ണാടി പോലെ മനോഹരമായിരിക്കുന്ന കവിളണകളും അത് മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ഹൃദയത്തിൽ. നമ്മളുടെ ഹൃദയത്തിൽ അതൊന്നല്ല. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടല്ലേ? ഈ ലോകത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ? സകല രൂപവും നമ്മുടെ ഉള്ളിലുണ്ട്. കണ്ണനുണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കൃഷ്ണൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. അതാ നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മുടെ ഉള്ളിൽ എന്താണോ വേണ്ടതിനെ ദൂരെ എടുത്ത് കളഞ്ഞ് വേണ്ടാത്തതിനെ മുഴുവനും സ്വാംശീകരിച്ചത് കൊണ്ടാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇവിടെതാ പരീക്ഷത്ത് പറയണു, എനിക്കിനൊന്നും വേണ്ട കണ്ണാ, ഗുരുനാഥ, വേണ്ടേ എനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട, സായുജ്യവും വേണ്ട കണ്ണാ, ഒരു നാളും തരി പോലും മാകാതെ കാൽ ചോട്ടിൽ കഴിയട്ടെ, മറ്റൊന്നും വേണ്ട കണ്ണാ. സജ്ജനങ്ങൾ അങ്ങനെ പറയാം, എനിക്കൊന്നും വേണ്ട, കഥ കേട്ടാൽ മതി. കേട്ടതേ ശ്രീശോഭ്രമയ്ക്ക് സന്തോഷമായി. വാസുദേവ കഥാ പ്രശ്ന പുരുഷാൻ സ്ത്രീൻ പുനാതി വക്താരം പൃച്ഛകം ശ്രോത്രം തൽപാദസലിലം യഥാ. ശ്രീശോഭ്രമഹർഷി പറയാം, ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഇതേപോലെ ഗുണം നൽകുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? മറ്റൊന്നുമില്ല. കണ്ണൻ്റെ കഥയൊന്ന് പറഞ്ഞു തരുമോ? ഇത് ചോദിക്കുന്നവർക്ക് ഗുണം, കേൾക്കുന്നവർക്ക് ഗുണം, പറഞ്ഞു കൊടുക്കുന്നവർക്കും ഗുണം. ഇത് ഗുരുവായൂരപ്പൻ്റെ കഥയ്ക്കല്ലാതെ കണ്ട് മറ്റേത് കഥയ്ക്കാണ് ഉള്ളത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. എവിടേക്കൊക്കെയോ പോകുന്ന മനസ്സിനെ മുഴുവനും
ഇനി എന്തായി തീർക്കണം? ഒന്നിലേക്ക് മാത്രം. നിതരാം രോധ, നിരോധം എന്ന ലക്ഷണം. അതാണ് ദശമസ്കന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും നേരം നമ്മൾ കേട്ട കഥകളെല്ലാം നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും വഴിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ കഥയിലേക്ക് വരുമ്പോഴേക്കും നിരോധം എന്ന ലക്ഷണം. എന്തിനാണ് നിരോധിക്കണത്? മറ്റൊരിടത്തേക്ക് പോകണ്ട കേട്ടോ. ഇനി വന്നോളൂ ഭഗവാന്റെ അടുത്തേക്ക്, കണ്ണൻ്റെ കഥയിലേക്ക് വന്നോളൂ, ഭാഗവതത്തിലേക്ക് വന്നോളൂ. കേൾക്കാൻ നമുക്ക്. കാഴ്ചയിലം പോച്ച കേൾക്കുന്നു കണ്ണ, വഞ്ചിക്കാതിങ്ങു വന്നാലും കിങ്ങിണി കിലുങ്ങുന്നതും കേൾക്കാം, എങ്ങീവൻ നിൽപ്പൂ മൽക്കണ്ണൻ. വന്നാലും കണ്ണ, വന്നാലും കണ്ണ, വന്നാലും മണിവർണ്ണ നീ, വന്നാലും കണ്ണ, വന്നാലും കണ്ണ, വന്നാലും കുഞ്ഞി പൈതലേ. ആ കണ്ണൻ്റെ ശബ്ദം കേൾക്കണോ? വന്നോളൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭൂമിയുടെ ദുഃഖത്തിനെ കുറിച്ച് പറഞ്ഞത്. ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മളൊക്കെ ഭൂമിയുടെ മക്കളാണ് അല്ലേ? ഒരു മക്കള് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്ന എന്തൊരു സഹായമാണോ, എന്തൊരു കാരുണ്യമാണോ വേണ്ടത്, ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ മാത്രമല്ല, അന്നും ഇന്നും നാളെയും അത് തന്നെയാണ്. നമ്മളെ പോറ്റി വളർത്തി, നമ്മളെതാ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്ന് നമ്മളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉറക്കുന്ന ആ അമ്മയാണിതാ വിശ്വനാഥൻ്റെ മൂലപ്രകൃതിയായി പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. പൂന്താനം പാടിയില്ലേ? ഈ പൊന്നുണ്ണി കണ്ണൻ്റെ, ശൈലവത്ത് മിന്നുന്ന കണ്ണൻ്റെ മൂലപ്രകൃതിയാണ് ഈ ഭൂമി ദേവി. എത്രയാ കണ്ണന് ഇഷ്ടം, ഭൂമിയോടൊന്നും കണക്കില്ല. ആ ഭൂമിയിലാണ് ഇപ്പോൾ അധർമ്മങ്ങൾ പെരുകി പെരുകി പെരുകി. ആ ഭൂമി ദേവി പറയുക, ശിവശിവ ദുർജനഭാരമേവ ഭാരം. എനിക്ക് മറ്റൊന്നും ഭാരമല്ല ഈ ലോകത്തിൽ. വലിയ ആഴികളോ പർവ്വതങ്ങളോ മരങ്ങളോ എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഭാരമല്ല. പിന്നെയോ ശിവശിവ ദുർജനഭാരം ഏവ ഭാരം. ഏറ്റവും വലിയ ഭാരം എന്താ? ദുർജനങ്ങളെ കൊണ്ട്. ഇന്ന് നോക്കിക്കോളൂ, എല്ലാവരും അധർമ്മത്തിലേക്കാണ്, എല്ലാവരും ദുർജനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെയൊക്കെ മനസ്സ് ദുർജലമായാൽ മതി. നമ്മുടെ മനസ്സ് പോലും നേരെയല്ല എന്നർത്ഥം. മനസ്സല്ല, ബുദ്ധിയല്ല, കണ്ണല്ല, വാക്കല്ല, പ്രവൃത്തിയല്ല, സ്വഭാവമല്ല. ഇങ്ങനെ നോക്കിയാൽ എല്ലാം നിരന്തരം അഴുക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് അമ്മയ്ക്ക് സന്തോഷമാവണത്. എൻ്റെ കുട്ടികൾ ഇങ്ങനെ ആയല്ലോ. ഏതൊരു അമ്മയ്ക്കാണ് വിഷമമില്ലാത്തതല്ലേ? എൻ്റെ കുട്ടികൾ നേരെ ആവണമെന്നല്ലേ അമ്മ മോഹിക്കുക. അപ്പോൾ ഇവിടെ ഈ അമ്മയും എത്ര മോഹിക്കണ്ടത് നമ്മൾ നേരെയാവാൻ. ഇനി എന്തേ മാർഗം നമ്മളെ ഒന്ന് നേരെയാക്കാൻ? ആ അമ്മയ്ക്കറിയാം, എൻ്റെ കണ്ണനല്ലാതെ കണ്ട് ഈ കുട്ടികളെയൊക്കെ നേരെയാക്കാൻ ഞാൻ പറഞ്ഞാൽ വരുതിയിൽ വരണതല്ലല്ലോ. മക്കളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും അല്ലേ? ഇപ്പോഴും അങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. അമ്മ പറയണു, എൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ എന്തേ കാര്യം? ഒരെണ്ണം എൻ്റെ ധർമ്മമല്ല ഒന്നിനും. മറ്റൊരാൾക്ക് വേണ്ടി വേണം ജീവിക്കേണ്ടത്. ഭൂമി അങ്ങനെയല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എന്തെന്ത് ചെയ്യുമ്പോഴും ഭൂമി സർവം സഹയായിക്കൊണ്ട്, എല്ലാത്തിനും ക്ഷമിച്ചുകൊണ്ട്, എല്ലാത്തിനും ഉൾക്കൊള്ളുകൊണ്ട് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്ന ആ അമ്മയോട് കാണിക്കുന്ന അതിക്രമത്തിന് വല്ല കണക്കുണ്ടോ? അതുകൊണ്ട് അമ്മയ്ക്ക് തോന്നി നമ്മളെ ഒന്ന് നേരെയാക്കാൻ, ഒന്ന് ചടച്ച് വേണ്ട സമയത്ത് ഒരു ശിക്ഷ കൊടുക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആർക്കേ പറ്റുള്ളൂ? ശ്രീലകത്ത് മിന്നുന്ന ഈ പൊന്നുണ്ണിക്കണ്ണനല്ലാതെ കണ്ട് വേറെ ആർക്കാ സാധിക്കുക? ആ അമ്മയ്ക്ക് അതറിയാം. അത് മാത്രമല്ല, ഗുരുവായൂരപ്പനെ കാണാനുള്ള മോഹം. അവിടുത്തെ ആ പൊന്ന് തൃപ്പാദം വെച്ച് എൻ്റെ മാകുടത്തിലൊന്ന് ഓടി നടക്കാൻ ആ അമ്മ എത്രയോ കാലമായി ഭഗവാനോട് പറഞ്ഞു, കണ്ണാ, അവിടുന്ന് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും വാമനമൂർത്തിയായിട്ടും പല പല അവതാരങ്ങൾ എടുത്തു. അല്പനേരം ഒന്ന് നിന്നിട്ട് അവിടുന്ന് പോയി. ഇനി അങ്ങനെ ആവരുത് കേട്ടോ. കുറച്ച് കാലം എൻ്റെ മാകുടത്തിലൊന്ന് ഓടി നടക്കുമോ? ആ പൊഞ്ചിലമ്പ് കിലുക്കിക്കൊണ്ട്, അരമണികൾ കിലുക്കിക്കൊണ്ട്, ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ആ വളകളൊക്കെ ഒന്ന് കിലുക്കിക്കൊണ്ട് ഒന്ന് ഓടി നടക്കുമോ? എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ചോദിച്ചതിൻ്റെ ഫലം. എന്തിനാ അതൊക്കെ പറയണമെന്നറിയോ? ഇങ്ങനെ ആയിരിക്കണം നടക്കെ വന്നാൽ നമ്മൾ ചോദിക്കേണ്ടത്, കണ്ണാ, എപ്പോഴെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ പൊൻചിലമ്പിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ച് തരുമോ? ഒന്ന് നൃത്തം ചവിട്ടോ കണ്ണാന്ന് നമുക്ക് ചോദിക്കാറാവണം. അല്ലാണ്ട് ബാക്കിയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്തേ പ്രയോജനം അല്ലേ? എനിക്കത് വേണം, എനിക്കിത് വേണം, മറ്റത് വേണം.
ഇതൊക്കെ കിട്ടിയിട്ട് അല്പകാലേ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. എന്നും നമുക്ക് സാന്ത്വനം നൽകാൻ, എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളെയും ദൂരെ കളയാൻ അതിനിതാ പൊന്നുണ്ണിക്കണ്ണൻ്റെ പൊൻചിലമ്പിന് മാത്രമേ സാധിക്കുള്ളൂ. ആ ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാൻ അമ്മ മോഹിച്ചു. നമുക്ക് വേണ്ടിയിട്ട് അമ്മതാ ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് പരാതി പറഞ്ഞു. ബ്രഹ്മദേവൻ മഹാദേവനെയും എല്ലാവരെയും കൂട്ടി പുരുഷം പുരുഷസൂക്തേന ഉപതസ്തേ സമാഹിത. മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ പുരുഷസൂക്തം എന്ന മഹാമന്ത്രം കൊണ്ട് സ്തുതിക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ. കുറച്ചു കാലം സ്തുതിച്ചു പോകുന്ന സംശയം. ആ വേദമന്ത്രങ്ങൾ സ്തുതിച്ചു തുടങ്ങിയപ്പോഴേക്കും തന്നെ ബ്രഹ്മദേവൻ ഭഗവാനെ ലയിച്ചു ചേർന്നു. അതാണ് ഭക്തന്മാരുടെ ഒരു മഹിമ. നാരായണ നമ്മൾ വിളിക്കുമ്പോഴേക്കും ഗുരുവായൂരപ്പനിൽ ലയിച്ചു ചേരുന്ന ആളുകൾ എത്ര ആൾക്കാരുണ്ടല്ലേ. നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കും നമ്മളോട്, നിങ്ങളെങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സ്വയം നമ്മളെ ഒന്ന് വിമർശിക്കണം എന്ന് പറയാം. ഭാഗവതൻ്റെ ഒരു പ്രത്യേകത അതാണ്. സജ്ജനങ്ങൾ പറയും ഭാഗവതം നല്ലൊരു കണ്ണാടിയാണെന്ന് പറയും. കണ്ണാടിയുടെ പ്രത്യേകത എന്താ? കണ്ണാടി നമ്മളെ കാണിച്ചു തരികയാണ് അല്ലേ. എന്താണ് നമ്മുടെ കുറവ്, എന്താണ് നമ്മുടെ അപൂർണത, നമ്മളെ കാണിച്ചു തരുന്നതാണ് കണ്ണാടിയെങ്കിൽ ഭാഗവതം നമ്മളെ കാണിച്ചു തരുന്ന സാധാരണ കണ്ണാടി നമ്മളെ ഭാഷ്യം മാത്രമേ കാണിച്ചു തരുള്ളൂ. ഭാഗവതം എന്ന കണ്ണാടി ആന്തരികമായിട്ടും കാണിച്ചു തരും. നിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നിൻ്റെ ഉള്ളെങ്ങനെയാണ് അത് കാണിച്ചു തരും. ഭാഷ്യം എങ്ങനെയാണ് അത് കാണിച്ചു തരും. നിൻ്റെ ജീവിതം എങ്ങനെയാണ് അത് കാണിച്ചു തരും. എന്ത് വേണം അതെല്ലാം കാണിച്ചു തരുന്ന മനോഹരമായിരിക്കുന്നൊരു കണ്ണാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതാ ആ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ, വേദമന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ അതിലേക്ക് ലയിച്ചു ചേർന്നു ബ്രഹ്മദേവൻ. അതേപോലെ ആയിത്തീരണം നമ്മുടെ മനസ്സ് സകലതും വിട്ടുകൊണ്ട് ഇനി അവിടുന്ന് ശരണാഗതി ഉള്ളൂ. അസംഗമായിട്ട് നാമം ജപിക്കണം. വിചരേൽ അസംഗ, ഭാഗവതൻ്റെ വാക്കാതാണ്. എല്ലാ ബന്ധങ്ങളും വിട്ടുകൊണ്ട് ഭഗവാനിൽ എത്തിച്ചേരും എന്നാണ്. എന്തായാലും ബ്രഹ്മദേവൻ്റെ സ്തുതി അങ്ങോട്ട് കേൾക്കുക മാത്രമല്ല, എത്ര പെട്ടെന്ന് ആ ഭഗവാൻ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പ്രവേശിക്കൊണ്ട് ഹൃദയദധൂ, ഹൃദയമിടിപ്പ് ഇപ്പം ആർക്കാന്നറിയോ? ഭൂമിദേവിക്കാണ്. കാരണം ഭഗവാന്റെ വാക്ക് കേൾക്കില്ലേ, പൊന്നുണ്ണിക്കണ്ണനായിട്ട് വരില്ലേ എൻ്റെ മാവിടത്തിലേക്ക്. ആ ഹൃദയമിടിപ്പ് അത് കേട്ട് കഴിഞ്ഞിരിക്കണു, എപ്പോഴോ ഭഗവാൻ കേട്ട് കഴിഞ്ഞിരിക്കണു. അതുകൊണ്ട് ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപ്പര ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. ഭഗവാൻ അവതരിക്കാൻ പോണു. ദാ വസുദേവരുടെ ഗ്രഹത്തിൽ ദേവകിയുടെ പുത്രഭാവത്തിൽ സാക്ഷാൽ ബ്രഹ്മം അങ്ങനെ തന്നെ അവതരിക്കാൻ പോണു എന്നുള്ള വാക്ക് അത് ആ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രകാശിച്ചോടുകൂടി പെട്ടെന്ന് ബ്രഹ്മദേവൻ ചാടി എഴുന്നേറ്റു. ഇനി മറ്റൊന്നും അറിയേണ്ടതില്ല. എല്ലാ ആളുകളും ആയിരക്കണക്കായിരിക്കുന്ന ദേവന്മാർ, ദേവസ്ത്രീകൾ എന്ന് വേണ്ട ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. സിദ്ധന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, വേതാളന്മാർ, നാഗന്മാർ, പന്നകന്മാർ, ഇങ്ങനെ തുടങ്ങിയാൽ കൊടാണ് കൂടിയ ആളുകൾ മുഴുവനും ബ്രഹ്മദേവൻ്റെ ചുറ്റിനും നിന്ന് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. എല്ലാവരും ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ അവിടെ വരാണ്ടിരിക്കാൻ പറ്റില്ലോ. എവിടെ വിളി പൊങ്ങുന്നോ അവിടെ ഭഗവാൻ വരും. എല്ലാവരുടെയും വിളിക്ക് പരിഹാരം ഭഗവാൻ അവതരിക്കണു. ബ്രഹ്മദേവൻ വിളിച്ചു പറഞ്ഞു, ഭഗവാനെ സേവിക്കാൻ ഒരവസരം വന്നിരിക്കണു, പൊന്നുണ്ണിക്കണ്ണനെ കാണാനൊരവസരം. സാക്ഷാൽ ബ്രഹ്മം അങ്ങനെ തന്നെതാ കൃഷ്ണനായിട്ട് അവതരിക്കണു. തം അത്ഭുതം ബാലകം, അത്ഭുത ബാലനായിട്ട് ഭഗവാൻ അവതരിക്കണു. ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും ഓരോ തരത്തിൽ ജനിക്കാൻ തയ്യാറായി. ഒരു വടിയായിട്ടായാലും മതി, ഒരു കാലിക്കോലായിട്ടും ഒരു കൊമ്പായിട്ടും കൊള്ളായിട്ടും. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതേ ബ്രഹ്മദേവ, എനിക്ക് ആ പീലിയുടെ ഒരു രോമായാൽ മതി എന്നാണ്. ഗുരുവായൂരപ്പൻ്റെ ശിരസിലിരിക്കുന്ന ആ പീലിയിൽ ഒരു രോമായാൽ, ആ അരമണിയിൽ ഒരു മണിയാവാൻ, ആ പാദസരത്തിലൊരു മണിയാവാൻ, ഒരു കുഞ്ഞി വളയാവാൻ, ഒരു കുഞ്ഞി മോതിരാവാൻ സാധിക്കുമോ? പയ്യായിട്ടും പൈക്കുട്ടിയായിട്ടും പുൽക്കുടിയായിട്ടും മണൽത്തരികളായിട്ടും എന്ന് വേണ്ട, കാളിന്തിയായിട്ടും ഏതെല്ലാം തരത്തിലാണ് ദേവന്മാരും ഋഷീശ്വരന്മാരും. ദണ്ഡകാരണ്യത്തിൽ ശ്രീരാമനെ കണ്ടതായിരിക്കുന്ന ഋഷീശ്വരന്മാർ, ആയിരക്കണക്കിന് ഋഷിമാരും മുഴുവനും ശ്രീരാമചന്ദ്രനെ അങ്ങോട്ട് കണ്ടപ്പോൾ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ വീണ് നമസ്കരിച്ചു. ശ്രീരാമചന്ദ്ര, അവിടുത്തെ ഒന്ന് സേവിക്കാനൊരു ഭാഗ്യം തരുമോ ഞങ്ങൾക്ക്? എന്താ അഴക് അല്ലേ, ശ്രീരാമനെ കാണാൻ എന്താ ഭംഗി, ഒന്ന് ഞങ്ങൾക്ക് അവസരം തരുമോ?
ഭഗവാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് പറ്റില്ല, എനിക്ക് പോകണം, ലങ്കയിലേക്ക് പരിപാടികളുണ്ട്, അതുകൊണ്ട് കൃഷ്ണാവതാരം വരെ കാത്തിരിക്കൂ കേട്ടോ. അന്ന് നമ്മൾക്ക് കാത്തിരിക്കുക അവർ. ആ ഋഷിമാർ മുഴുവനും, ദണ്ഡകാരണ്യ ഋഷിമാർക്ക് മുഴുവനും ഒരേ ഒരു മോഹം മാത്രമേ ഉള്ളൂ, എന്നാണു ഞാനിനി കാണുന്നതെന്നാണു നന്ദകുമാരൻ്റെ ദിവ്യരൂപം, എന്നാണെനിക്കതിനുള്ളോരനുഗ്രഹം, എന്നാണ് വീടുന്നു തന്നിടുന്നു. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ആ ഋഷിമാരും ഇപ്പതാ രൂപമെടുത്ത് വന്നിരിക്കുന്നു. ഗോപികമാരായിട്ടും ഗോപന്മാരായിട്ടും ഗോപക്കുട്ടികളായിട്ടും പൈക്കളായിട്ടും പൈക്കുട്ടികളായിട്ടും എത്ര എത്ര രൂപത്തിലും അമ്പാടിയിലും വൃന്ദാവനത്തിലും മധുരയിലും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പൊന്നുണ്ണിക്കണ്ണനെ സ്നേഹിക്കാൻ, സേവിക്കാൻ, അവിടുത്തെ നാമം ജപിക്കാൻ, അവിടുത്തെ ആലിംഗനം ചെയ്യാൻ, അവിടുത്തെ ഉമ്മ വയ്ക്കാൻ, ആ പാദങ്ങളെ നമസ്കരിക്കാൻ, അവിടുത്തെ അലങ്കരിക്കാൻ എല്ലാവരും മത്സരിച്ചാണ് നിൽക്കുന്നത്. എപ്പോഴാ വരിക കണ്ണൻ, എപ്പോഴാ വരിക കണ്ണൻ? എല്ലാവരുടെ മനസ്സിലൊന്നും മാത്രമേ ഉള്ളൂ, ഗുരുവായൂരപ്പനെ കാണാനൊരു മോഹം, ഗുരുവായൂരപ്പനെ സേവിക്കാനൊരു മോഹം. ഈ മോഹം നമുക്കുണ്ടോ? ഭാഗവതം നമ്മളോട് ചോദിക്കുക, ഈ മോഹം ഉണ്ടോ? വരും കണ്ണൻ. ആ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. മോഹം ഉള്ളിലുണ്ടാവണം. ഗുരുവായൂരപ്പ എന്തെങ്കിലും കാണോ? ഈ ശ്രീലകത്ത് കാണുന്ന വിഗ്രഹം അവിടെ കണ്ടാൽ പോരാ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കാണാകാവണം, എൻ്റെ കണ്ണിനെ കൊണ്ട് കാണാകാവണം, എൻ്റെ കൈകളെ കൊണ്ട് ആ പാദങ്ങളെ മുറുകെ പിടിക്കാകാവണം. അത് മാത്രമാണ് വേണ്ടത്. മനസ്സു മോഹന മഹസായ നിന്മയി നിനച്ചു നിർവൃതി നിതാന്തമേഷണം. അത് മാത്രമേ വേണ്ടൂ. ഗുരുദേവൻ നമുക്ക് പറഞ്ഞില്ലേ, ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. എൻ്റെ വാക്കാ ഇത്ര മനോഹര. ആ ബ്രഹ്മത്തിൽ അങ്ങനെ ലയിച്ചു ചേരാനൊരു ഭാഗ്യം തരുമോ? അദ്ദേഹം എഴുതി വെച്ചതാണ് അല്ലേ. ഇപ്പോൾ അതേപോലെ നമ്മുടെ മനസ്സ് എത്തിച്ചേരണം. ഇവിടെ എല്ലാവരും റെഡിയായി അങ്ങോട്ട് കണ്ടപ്പോൾ എന്നാൽ പിന്നെ തുടങ്ങുകയല്ലേ. വസുദേവക്കായെ കൊണ്ട് ദേവകി വിവാഹം കഴിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് രഥങ്ങളിൽ സ്ത്രീധനം എന്നുള്ള ഭാവത്തിൽ വേണമെങ്കിൽ അങ്ങനെ കൂട്ടാം. ധാരാളം സ്വർണ്ണരത്നാഭരണങ്ങളൊക്കെ നിറച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് വലിയൊരു ഘോഷയാത്രയായിട്ട്. സത്രത്തിന് നമ്മളെങ്ങനെയാണോ കണ്ണന്മാരെയൊക്കെ കൊണ്ടുവന്ന് എത്ര 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 ആയിരക്കണക്കിന് അമ്മമാരാണ് ഇവിടേക്ക് വന്നതല്ലേ, പൊന്നുണ്ണിക്കണ്ണൻ്റെ സന്നിധാനത്തിലേക്ക് വന്നത്. അതേപോലെ ഇവിടെ ആയിരക്കണക്കിന് രഥങ്ങളിലായിക്കൊണ്ട് എല്ലാവരും ധാരാളം സ്ത്രീധനമായിട്ടുള്ള സ്വർണ്ണരത്നാഭരണങ്ങൾ നിറച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും വരെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, വസുദേവരും ദേവകിയും. അവരുടെയൊക്കെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ അവരെ ഒന്നും അനുഗ്രഹിച്ചില്ല. അനുഗ്രഹിച്ചത് കംസനെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കംസ, നീ എത്രയോ കാലമായി എന്നെ ധ്യാനിച്ചിരിക്കണു, അതുകൊണ്ട് നിന്റെ ഉള്ളിലേക്ക് ഞാൻ വരാൻ പോണു. അസ്യസ്വാം അഷ്ടമോ ഗർഭ ഹന്തായാം വഹസയ ബുധ. ഹേ ബുദ്ധിയില്ലാത്തവനെ, നീ ആരെ വഹിച്ചു കൊണ്ടുപോകണോ അവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. ആ ഒരൊറ്റ വാക്ക്, ഒരശരീരി വാക്ക്, ഇടിമുഴക്കം പോലെ 10,000 പോയിട്ടും അവരാരും കേട്ടില്ല. ഹേ അബുധ എന്നാണ് വിളിച്ചത്. ബുദ്ധിയില്ലാത്തവനെ ആരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലാത്ത ഒരാളെ ഉണ്ടായുള്ളൂ. അതാരാ? കംസം മാത്രം. ആരപ്പം എന്നെ ഇങ്ങനെ ബുദ്ധിയില്ലാത്തവനെ എന്ന് വിളിക്കുന്നത് തിരിഞ്ഞു നോക്കി. എന്തുകൊണ്ടാ? മറ്റൊരാൾക്കും ഭഗവാന്റെ വാക്ക് കേൾക്കാൻ പറ്റില്ല. അതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഭവം എന്ന് പറയില്ലേ, കൃഷ്ണാനുഭവം എന്ന് പറയും സജ്ജനങ്ങൾ. കൃഷ്ണാനുഭവം എല്ലാവർക്കും കിട്ടില്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചാലോ, എത്ര വ്രതം എടുത്താലോ, എത്ര ഭാഗവതം വായിച്ചാലോ കൃഷ്ണാനുഭവം ഉണ്ടാവില്ല. അതിന് ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടാവണം, മഹാകൃപയുണ്ടാവണം. ഇവിടെ കിട്ടിയത് 10,000 പോയിട്ട് അതിലൊരാൾക്കാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയത്. ആ കംസൻ മാത്രമേ കേട്ടുള്ളൂ. തൻ്റെ ഹൃദയത്തിൽ ആ ശബ്ദം കേട്ടത്. 8ാമനായിട്ട് ഭഗവാൻ അവതരിക്കണു. അവനാൽ നിനക്കിതാ ആ ഭഗവാൻ ചെന്ന് അന്തേ നാരായണ സ്മൃതി ആ അനുഗ്രഹം കൊടുത്തത് ഭഗവാൻ. പോരെ, എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. മനസ്സെങ്ങനെയെങ്കിലും കൃഷ്ണയെ നിവേശയിൽ. അതാണ് ഭാഗവതൻ്റെ വാക്ക്. ദേഷ്യം കൊണ്ടാണെങ്കിലും ഭയം കൊണ്ടാണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും കാമം കൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഭാവത്തിലാണെങ്കിലും വേണ്ടില്ല, കൃഷ്ണയെ നിവേശയിൽ. മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് എത്തണം. അത് മാത്രമേ ഭാഗവതത്തിന് ശ്രീശബ്രഹ്മർഷിക്ക് ലക്ഷ്യമുള്ളൂ. അത് എത്തിക്കഴിഞ്ഞിരിക്കണു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ.
ആ തലമുടിക്കെട്ടിൽ പിടിച്ചങ്ങോട്ട് വലിച്ചു. തൻ്റെ ആ ദേഹാഭിമാനം വളർന്നു വന്നു. തനിക്ക് നാശം അങ്ങോട്ട് കണ്ടപ്പോൾ വാളൂരി വെട്ടാൻ ഓങ്ങിയപ്പോഴേക്കും ശൂരസേനപുത്രനായിരിക്കുന്ന അദ്ദേഹം എന്താ പിടിച്ചു, കയ്യിലങ്ങോട്ട് പിടിച്ചു. ആ വസുദേവര് ശ്ലാഘനീയ ഗുണ ശൂരൈ ഭവാൻ ഭോജേശസ്കര, കയ്യിലങ്ങോട്ട് കയറി പിടിച്ചു. ശ്ലാഘനീയ ഗുണ, അങ്ങ് ആരാണെന്നറിയോ? നല്ല കീർത്തിമാനായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇത്രയും കീർത്തിമാനായിട്ടുള്ളൊരു കംസമഹാരാജാവ് ഇപ്പം എന്താ ചെയ്യാൻ പോണേന്നറിയോ? എൻ്റെ പത്നിയെ വധിക്കാൻ പോണു. സ്ത്രീവധം നിഷിദ്ധം, അതിനേക്കാൾ വലുതാണ് എൻ്റെ പത്നിയാണെന്ന് മാത്രമല്ല അങ്ങയുടെ സഹോദരിയല്ലേ, ഭഗിനിയെ കൊല്ലാൻ പാടുണ്ടോ? ഭഗിനിയും ഹന്യാൽ, ഈ ഭഗിനിയെ കൊല്ലാൻ പാടുണ്ടോ? പല നല്ല നല്ല വാക്കുകൾ, ഒരു അശ്ലീല വാക്കല്ലേ കേട്ടത്. എട്ടാമനാൽ കൊല്ലപ്പെടും എന്നൊരു വാക്ക് കേട്ടപ്പോൾ എട്ടാമൻ ഉണ്ടാവും എന്നുള്ളതിന് എന്താ ഒരു തെളിവ്? എന്തെങ്കിലും ഗ്യാരണ്ടി വേണ്ടേ? ഒരെണ്ണം ഉണ്ടാവാൻ കൊതിക്കണു ഓരോരുത്തരും. അപ്പോൾ 8 ഉണ്ടാവുന്ന എന്താ കണക്ക്? ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സമർപ്പയിഷ്യെ, ഉണ്ടാവുന്നതിനെ മുഴുവനും ഞാൻ സമർപ്പിച്ചോളാം. എൻ്റെ പത്നി എനിക്ക് വിട്ടു തരണേ. ജനിക്കുക മരിക്കുക ഇത് നമ്മുടെ കൂടെ ഉള്ളതാ. നമ്മളെപ്പോൾ അമ്മയുടെ ഉദരത്തിലേക്ക് വന്നോ അപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുത്താൽ നമ്മൾ പോന്നിരിക്കണത് അല്ലേ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് പോകണ്ടേ? വീട്ടിൽ നിന്ന് പോകുന്നവരല്ലേ നമ്മളെല്ലാവരും. വീട്ടിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. അല്ലാണ്ട് ഇവിടെ ഇനി കൂടാൻ ജീവിതകാലം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും പൊക്കോളും, ഇവിടെ നിൽക്കണ്ടെന്ന് പറയും, നമ്മളെ ഇറക്കി വിടും അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ശരീരം വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ശരീരം ഉപേക്ഷിക്കാതെ കൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. വരുമ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇന്ന മാതിരി ഇത്ര ദിവസം നിനക്ക് ഇവിടെ കഴിയാം, ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന മാതിരി ആയിത്തീരണം, ഇന്ന മാതിരി മരണം എല്ലാം എഴുതി വെച്ചാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതിനെ മാറ്റിമറയ്ക്കാൻ ഒരു ഇന്ദ്രനോ മറ്റൊരാൾക്കോ ശക്തിയില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ തീരുമാനിച്ച് നമ്മളെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ കർമ്മഫലം അനുഭവിച്ചേ തീരുള്ളൂ. അങ്ങേക്കൊരു പുണ്യം എന്താ? അശ്ലീല വാക്കായിട്ട് ആ ഭഗവാൻ അവതരിക്കാൻ പോണില്ലേ, വിഷമിക്കണ്ട എന്നുള്ള മട്ടിൽ നല്ല നല്ല വാക്കിനെ കൊണ്ട് സമാധാനിപ്പിച്ച് വിട്ടെങ്കിലും കംസന്റെ ഉള്ളിൽ ഭയം കൂടി. അതുമാത്രമല്ല പ്രളംബകചാണൂരതൃണാവർത്ത മഹാശനൈ മുഷ്ടികാരുഷദ്യുത പൂതനാ കേശിധേനുകൈ, ദുഷ്ടന്മാരെ പല വഴിക്കങ്ങോട്ട് അയച്ചു. എല്ലാവർക്കും ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, കൃഷ്ണാന്വേഷണം, കൃഷ്ണാന്വേഷണം. ഭാഗവതം കാണിച്ചു തരിക. എന്തൊരു നല്ല മനോഹരമായിരിക്കുന്ന ഒരു ഭാവമാണല്ലേ. നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കണ്ടോ? നമുക്കങ്ങനെ അന്വേഷണമൊന്നുമില്ല. ഇവിടെ പറയണു, ദുഷ്ടനാണെങ്കിലും കംസൻ തൻ്റെ കൂടെ നിൽക്കുന്നവരെ മുഴുവൻ പറഞ്ഞു വിടുക. എവിടെയാ ഭഗവാൻ അവതരിക്കണത്? അന്വേഷിച്ച് വരൂ. ഇവിടെ നിൽക്കുകയല്ല ഭേദം. എവിടെ 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 ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ അങ്ങനെയല്ലേ. എവിടെ ഭാഗവതം കേൾക്കണോ അവിടേക്ക് ഓടിയെത്തുകയല്ലേ നമ്മൾ ചെയ്യണതല്ലേ. എന്തിനാ എത്ര ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരണ്ട്? ഞങ്ങളുടെ അടുത്ത് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എത്രയോ ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരണതെന്നറിയോ? എന്തിനു വേണ്ടിയാണെന്നറിയോ? കണ്ണൻ്റെ കഥ കേൾക്കാൻ വരുന്നവരാ അല്ലേ. എവിടെ ഉണ്ടോ കണ്ണൻ്റെ കഥ അത് കേൾക്കാനായിട്ട് ഓടി വരണു. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം നമ്മളെപ്പോലെ തന്നെ അന്നും ദുഷ്ടന്മാരായിരിക്കുന്നവരാണെങ്കിൽ കൂടി അവരെല്ലാം അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദ്യമായിട്ട് ഉണ്ണിയുണ്ടായി. കീർത്തിമന്തം ഭ്രതമജം കംസായാന കതുന്ദുഭേ, കീർത്തിമാൻ ഉണ്ണിക്ക് പേരിട്ടു. ലാളിച്ചും കൊഞ്ചിച്ചും മതിയാവുന്നതിന് മുമ്പ് ഉണ്ണിയെ കംസന് കൊണ്ട് കൊടുത്തു. കംസന് സന്തോഷമായി. വേണ്ട, കൊണ്ടുപോയിക്കോളൂ, 8-ാമനിൽ നിന്ന് എനിക്ക് ഭയമുള്ളൂ പറഞ്ഞയച്ചെങ്കിലും നാരദ മഹർഷി പിന്നാലെ അവിടെ പ്രത്യക്ഷമായി. കംസമഹാരാജാവേ, ഭഗവാൻ ആരാണെന്നറിയോ? മായയും മായാവിയും, മായയെ നീക്കും ആര്യനും മായാവിനോദനൊക്കെയാണ് ഭഗവാൻ. എന്തെല്ലാം എന്തെല്ലാം മായാവിലാസങ്ങൾ ആ ശ്രീലോകത്തിരിക്കുന്ന ആൾക്കെന്നറിയോ? നമുക്കറിയില്ല. അവിടുത്തെ മായയിൽ പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടുത്തെ മായയെക്കുറിച്ച് അറിയാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ അഹങ്കരിക്കുന്നുണ്ടോ? കൃപണാചമായയാ ഭാഗവതം പറയണു. നമ്മളൊക്കെ അഹങ്കരിക്കണു. ഞാൻ ഗൃഹനാഥനാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ ഗൃഹനാഥയാണ് അല്ലേ, ഞാൻ ഭാര്യയാണ്, ഞാൻ ഭർത്താവാണ്, ഞാൻ മകനാണ്, ഞാൻ മകളാണ്, എന്തെല്ലാം ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്നവനാണ്. അപ്പം ഞാൻ ഇരിക്കണത് എന്താ? ആചാര്യനും പറഞ്ഞിരിക്കുക. എന്താ അഹങ്കാരം എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതൊക്കെ മായയിൽ പെട്ടതാ. അജമായയാ, അജൻ്റെ മായയിൽ പെട്ടിട്ട് നമ്മൾ ഓരോരുത്തരും ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നവനാണ്, ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നവനാണ്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഈ സ്ഥാനമാനങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നത് ആരാ? നമ്മുടെ ഉള്ളിലിങ്ങനെ പ്രകാശിക്കുന്നതുകൊണ്ടാണ് അല്ലേ. കണ്ണനുള്ളിലില്ലെങ്കിൽ, ശിവനില്ലെങ്കിൽ നമ്മൾ വെറും ശവം. അതറിയില്ലാതെ കണ്ട് അഹങ്കരിക്കണം. അതുകൊണ്ട് തന്നെ ആ മായാവിയെ അങ്ങേക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് വേണ്ട മാതിരി ഭഗവാനെക്കുറിച്ച് അങ്ങോട്ട് നിർദ്ദേശം അങ്ങോട്ട് കൊടുത്തോടുകൂടി ആ കുട്ടിയെ മാത്രമല്ല ഉണ്ടായ കുട്ടികളെ മുഴുവനും തയോ അജനശങ്കയാ, ഉണ്ടാവുന്ന കുട്ടികളെ മുഴുവനും കൺമുന്നിലിട്ട് ആ കല്ലിൽ അടിച്ചങ്ങനെ കൊല്ലുമ്പോൾ എങ്ങനെയാ അവരച്ഛനും അമ്മയ്ക്കും സങ്കടം സഹിക്കുക? കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിന് മുഴുവനും ചെങ്ങളകളെ കൊണ്ട് ബന്ധിച്ചു, കാവൽക്കാരെ നിയോഗിച്ചു.
എല്ലാം സുരക്ഷിതമാക്കി എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. ഭഗവാന്റെ കയ്യിലല്ലേ ഈ ലോകം മുഴുവൻ ഇരിക്കണത്, അത് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വിചാരിച്ചു ഞാൻ സുരക്ഷിതനായി എന്ന് വിചാരിച്ചെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണ്, ഭഗവാന്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നത്. അല്ലാതെ കണ്ട് നമ്മുടെ കയ്യിലല്ല ഭഗവാൻ, നമ്മളല്ല ഇതൊക്കെ നടത്തണത് അല്ലേ. നമുക്ക് ഈ കർത്തൃത്വ ഭാവമൊക്കെ വരും. ഞാനാണ്, ഞാനില്ലെങ്കിൽ ഇപ്പം ഇതെങ്ങനെ നടക്കും എന്നൊക്കെ നമുക്ക് ചിന്ത വരും. നമ്മളെ കൊണ്ട് ചെയ്യിക്കണു, നമ്മൾ വെറും നിമിത്തം മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ കണ്ട് നമുക്ക് യാതൊരു കഴിവുമില്ല. അത് മനസ്സിലാക്കാതെ കണ്ട് അദ്ദേഹം ആ കൽത്തുറുങ്കിൽ അടച്ചു, കാവൽക്കാരെ നിയോഗിച്ചു, ചെങ്ങലകളെ കൊണ്ട് ബന്ധിച്ചു. 7-6 മക്കൾ പോയതിൻ്റെ ഒരു ദുഃഖം പറഞ്ഞറിയിക്കാനുണ്ടോ? ഒരെണ്ണം പോയാൽ മതി. നമ്മുടെ കുട്ടികൾക്കൊന്ന് വയ്യാണ്ടേ ആയാൽ ഒരച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദന എത്രയാ. അപ്പോൾ പിന്നെ 6 എണ്ണത്തിന് കൺമുമ്പിൽ തല്ലി കൊല്ലുമ്പോൾ ആ അച്ഛനും അമ്മയും എത്രയോ വിഷമിച്ചിട്ടുണ്ടാവും, എത്രയോ പ്രാവശ്യം ഭഗവാനെ വിളിച്ചിട്ടുണ്ടാവും. ആ വിളി ഭഗവാൻ കേട്ട് കഴിഞ്ഞിരിക്കണമെന്ന് മാത്രമല്ല, വേഗം വിളിച്ചു, തൻ്റെ അനന്തനെ വിളിച്ചുകൊണ്ട് വേഗം പൊക്കോളൂ. സപ്തമോ ഗർവൈഷ്ണവം ധാമ യം അനന്തം പ്രചക്ഷതേ ഗർഭോ വിഭൂവദേവക്യ ഹർഷശോകവർദ്ധന. 7ാമതായിട്ട് സാക്ഷാൽ അനന്തനെ അമ്മയുടെ ഉദരത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു. 7ാമതായിട്ട് ഉദരത്തിലേക്ക് അനന്തമൂർത്തി വന്നങ്ങോട്ട് നിറഞ്ഞു. ബ്രഹ്മാണ്ടം മുഴുവനും 14 ലോകങ്ങളും ഒരു കടുകുമണിയെപ്പോലെ തൻ്റെ ഭണത്തിൽ ഒരു ശിരസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അനന്തമൂർത്തി ഇപ്പം എന്താണെന്നറിയോ? ഒരംശമായിട്ട് ഒരു കടുകുമണിയെ പോലെ അമ്മയുടെ ഉദരത്തിൽ വന്നങ്ങോട്ട് പറഞ്ഞു അത്രേ. വേഗം വിളിച്ചു ഭഗവാൻ. ഗച്ഛ ദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലെ. വസുദേവരുടെ മറ്റൊരു പത്നിയായിരിക്കുന്ന രോഹിണിയിലേക്ക് ഹേ ദേവി, ആ ഗർഭത്തിനെ ആകർഷിച്ച് അതിൽ കൊണ്ടാക്കിയിട്ട് നിനക്കുണ്ട് പണി. നന്ദഗോപരുടെ ഗ്രഹത്തിൽ നന്ദഗോപരുടെ പത്നിയായിരിക്കുന്ന യശോദയുടെ ഉദരത്തിൽ നീയും പോയി പറഞ്ഞോളൂ. നല്ല വാക്യങ്ങൾ. അത് മാത്രമല്ല, ആ പ്രവൃത്തി ചെയ്തോടുകൂടി നിനക്ക് എന്തുണ്ടാവും? അക്ഷിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരീം ധൂപോപഹാരബലിഭി സർവകാമവരപ്രദാം നാമധേയാനി കുർവന്തി സ്നാനാനി ച നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച. ഗുരുവായൂരപ്പന കൊടുത്തത് കുറേ നാമങ്ങൾ. അമ്മ നിനക്കിരിക്കട്ടെ കുറേ നാമങ്ങൾ. ഈ നാമങ്ങളെ കൊണ്ട് നിന്നെ ഈ ലോകം മുഴുവനും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ, ജനങ്ങൾ പൂജിക്കാൻ ഇടയാവട്ടെ. അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ദേവി എന്ത് ചെയ്തു? ആ രോഹിണിയെയും ദേവകിയെയും ഒക്കെ തൻ്റെ യോഗനിദ്രയിൽ ഗർഭേ പ്രണീതേ ദേവക്യ രോഹിണിയും യോഗനിദ്രയാ. എല്ലാവരെയും യോഗനിദ്രയിൽ തൻ്റെ യോഗമായാകുന്ന ആ അമ്മ ഉറക്കി കിടത്തിക്കൊണ്ട് അവരൊന്നും അറിയാതെ കണ്ട ആ ഗർഭത്തിനെ രോഹിണിയിലേക്കാക്കി അമ്മ പോയി യശോദാമ്മയുടെ ഉദരത്തിൽ പറക്കലും കഴിഞ്ഞു. അതോടുകൂടി അഹോ വിശ്രംസിതോ ഗർഭ എല്ലായിടത്തും വിളിച്ചു പറയാൻ തുടങ്ങി. 7ാമത്തെ ഗർഭം നശിച്ചുപോയി എന്നുള്ള വർത്തമാനം അറിയേണ്ട താമസം. എല്ലാവരും പിന്നെ കാത്തിരിക്കുന്നത് എന്താ? 8ാമനെ കുറിച്ചുള്ള ചിന്തകളായി. ഇനി ആരാ വരാനുള്ളത്? കൃഷ്ണാവതാരം എന്നുള്ള സംഭ്രമം ഉള്ളിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കണു. 8ാമൻ വരാൻ പോണു. ഒരാളുടെ ഉള്ളിൽ മാത്രമല്ല കേട്ടോ, ത്രൈലോക്യം മുഴുവനും കൃഷ്ണാവതാരോത്സവ സംഭ്രമോത്പുഷൻ. എല്ലാവരും കൃഷ്ണാവതാരത്തിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കണു. അത സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുഗഗനം നിർമ്മലോട് ഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാകര. എല്ലാം പുരങ്ങളും വ്രജങ്ങളും ഗ്രാമങ്ങളും സകലതും ത്രൈലോക്യം മുഴുവനും കൃഷ്ണാവതാരത്തിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കണു. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതാരാ? മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാകര. ഭൂമിദേവി ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി ദാ സർവേശ്വരൻ അവതരിക്കണു. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മാകുടത്തിൽ പൊന്നുണ്ണിക്കണ്ണനായിട്ട് അവതരിക്കണു. മറ്റവതാരം പോലെ നരസിംഹവും വാമനമൂർത്തിയും ഒക്കെ പോലെ മറ്റൊരാളെ പേടിപ്പിക്കുന്ന രൂപത്തിലല്ല, പൊന്നുണ്ണിക്കണ്ണനായിട്ട് എല്ലാവർക്കും താലോലിക്കാൻ, ഉമ്മ വയ്ക്കാൻ, ദാ ഇതുപോലെ തൊട്ടിൽ കിടത്താൻ, താരാട്ട് പാടാൻ, അതിനുവേണ്ടി ദാ സാക്ഷാൽ സർവേശ്വരൻ ബ്രഹ്മം അങ്ങനെ തന്നെ അവതരിക്കണു. ആ ഒരു ആനന്ദത്തിൽ സകലതും മറന്നതാ ഭൂമിദേവി ഇരിക്കുമ്പോഴേക്കും
ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു. ഭഗവാനപി വിശ്വാത്മാ ഭക്താനാം അഭയങ്കര ആവിവേശാംശഭാഗേണ മന ആനകദുന്ദുഭേ. എവിടെയാ ഭഗവാൻ അവതരിക്കുന്നത്? ആകാശത്തിലല്ല, ഭൂമിയിലല്ല, മറ്റൊരിടത്തല്ല. മന ആനകദുന്ദുഭേ. ആനകദുന്ദുഭിയായിരിക്കുന്ന വസുദേവരുടെ മനസ്സിൽ, ഹൃദയത്തിലിതാ നീളക്കല്ലായിട്ട് ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അവതാരം ആ അച്ഛൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നങ്ങടെ പുഞ്ചിരിച്ച് കാണിച്ചു. അച്ഛാ, ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നുള്ള മട്ടിൽ ആ വസുദേവർക്ക് സമാധാനം കൊടുത്തുകൊണ്ട് അവിടുന്ന് പതുക്കെ ഉയർന്ന് ദേവകിയുടെ ഹൃദയത്തിലേക്കും പതുക്കെ ദേവകിയുടെ ഹൃദയത്തിലും ആ നീളക്കല്ലായിട്ട് അങ്ങനെ മുന്നേ തിളങ്ങാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും ദേവകിയും ആനന്ദത്തിൽ ആഹാടി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദിവസം 7 മക്കൾ പോയതിൻ്റെ ദുഃഖം മുഴുവനും ആ നീലക്കല്ലിനെ തൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് കണ്ടോടുകൂടി സകലതും മറന്നു കഴിഞ്ഞിരിക്കണം അമ്മ. ഇപ്പം എന്തേ ഉള്ളൂ? അമ്മയുടെ ഹൃദയത്തിൽ മാത്രമല്ല ഭഗവാൻ ആ നീലക്കല്ല് പതുക്കെ ഇറങ്ങി ആ ഉദരത്തിൽ അങ്ങോട്ട് പോയിരുന്നപ്പോഴേക്കും കംസൻ ഒന്നേ വന്ന് നോക്കിയോളൂ. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം കായാമ്പൂ പൂത്ത പോലെ. എവിടെ നോക്കിയാലും നീലക്കല്ലിൻ്റെ പ്രകാശം, നീലവർണ്ണനായിട്ടതാ ഭഗവാൻ എവിടെയും. കംസൻ ഒന്നേ നോക്കിയോളൂ. കണ്ടു അത്രേ ആ ഉദരത്തിൽ മിന്നിത്തിളങ്ങുന്ന ഭഗവാനെ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം. ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു അത്രേ. പോരെ, ഭഗവാൻ ആദ്യമേ ദർശനം കൊടുത്തു. അമ്മാവാ, ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നൊരു ഭാവമാണെന്ന് തോന്നുന്നു. ഞാൻ വന്നു കേട്ടോ എന്നുള്ളൊരു എന്താ അവിടത്തേക്കുള്ളല്ലേ. ആ ചിന്തിക്കുന്നവർക്ക് എത്ര കൊല്ലായി മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുക. കംസൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആസീന സംവിശൻ തിഷ്ടൻ ഭുഞ്ചാന പര്യടൻ മഹിം ചിന്തയാണോ ഋഷികേശം അപശ്യം തന്മഹൽ ജകൾ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കൂടി ഒന്നുകൂടി അരിച്ചു നോക്കും. അണോരണീയാൻ മഹതോ മഹിയാൻ. ഗുരുവായൂരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടേ, ഓരോ അണുവായിട്ടിരിക്കണത് മാറാ, അത് ഗുരുവായൂരപ്പന. ഈ ബ്രഹ്മത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഏത് രൂപത്തിലാ ഈശ്വരൻ വരിക നമുക്ക് പറയാൻ സാധിക്കില്ല. എവിടെന്നാ വരിക എന്ന് പറയാൻ പറ്റില്ല. ഹിരണ്യകശിപുവിന് ചോദിച്ചില്ലേ, ഈ തൂണിലുണ്ടോ എന്നങ്ങോട്ട് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞില്ലേ, അച്ഛാ ഈ തൂണിരിക്കണതേ അവനില്ല. അപ്പം പിന്നെ തീർന്നില്ലേ, ഭഗവാനേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് എങ്ങനെയാണ് വരാമെന്ന് അറിയില്ലാതെ കണ്ട ഭഗവാനെ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ഇവിടെതാ ആ നീലക്കല്ലിനെ നീലപ്രകാശം അങ്ങോട്ട് കണ്ടോടുകൂടി സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം ഭവന്നാ. സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അതിമനോഹരായിട്ടതാ ബ്രഹ്മാദികൾ ഭംഗിയായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. അവിടത്തേതാ ശരണം പ്രാപിക്കണു. വിഭക്ഷി രൂപാണ്യവബോധാത്മാക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപന്നാൻ സുഖാവഹാനി സതാം നഭദ്രാണി മുഹു ഖലാനാം. അവിടുത്തെ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്താ? ദുർജനങ്ങളെ, ദുഷ്ടന്മാരെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സജ്ജനങ്ങളെ ത്രാണനം ചെയ്യാം. എല്ലാ ദുഃഖത്തിൽ നിന്നും സജ്ജനങ്ങളെ കരകയറ്റി തന്നോളമാക്കുക, അല്ല തന്നെക്കാളും ഉയർത്തുന്ന കാരുണ്യലീലയ്ക്ക് വേണ്ടി ലോകായ ക്ഷേമായ, ഈ ലോകസ്യ ക്ഷേമായ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനായിക്കൊണ്ടല്ലേ സർവേശ്വര അവിടുന്ന് അവതരിച്ചിരിക്കുന്നത്. സന്തോഷമായി. എത്ര 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 അവതാരങ്ങൾ അവിടുന്ന് എടുത്തു. അവിടുത്തെയുടെ അടുത്തേക്ക് വരാൻ പോലും പറ്റിയില്ല. ഒരു ശ്ലോകം കൊണ്ടാണ് നരസിംഹാവതാരത്തിൽ ബ്രഹ്മാവ് സ്തുതിച്ചത്. ഒരു ശ്ലോകം കൊണ്ടാണ് സ്തുതിച്ചപ്പോഴേക്കും ഭഗവാൻ ഒരു അട്ടഹാസം കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഓട്ടം ബ്രഹ്മദേവനും രുദ്രനും എന്ന് വേണ്ട, എല്ലാവരും ഓടി. ഏതെങ്കിലും ഒരു അവതാരത്തിലുണ്ട് ഗുരുവായൂരപ്പ, നിന്നെ ഇതേപോലെ ഒന്ന് സ്തുതിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിന്നെ ഇതുപോലെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പം എന്താ ഒരു സമാധാനം ബ്രഹ്മാദികൾക്ക്. എന്തുകൊണ്ടാണെന്നറിയോ? കൊണ്ട് നടക്കാലോ കൂടെ. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തോളത്ത് വെക്കാം, തലയിൽ വെക്കാം, കണ്ണിൽ വെക്കാം, മാകുടത്തിൽ വെക്കാം, അല്ലേ? ഹസ്തേ ച കൃഷ്ണ, നയനേ ച കൃഷ്ണ, ചിത്തേ ച കൃഷ്ണ, സകലേ ച കൃഷ്ണ. എല്ലായിടത്തും ഗുരുവായൂരപ്പനെ കൊണ്ടു നടക്കാൻ. അതാണ് പൂർണ്ണപുണ്യാവതാരത്തിൻ്റെ മഹിമ. മറ്റൊരവതാരത്തിനെയും ഇതുപോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല.
നരസിംഹത്തിനെ കൊണ്ടു നടക്കാൻ പറ്റുമോ? വരാഹത്തിനെയോ മത്സ്യത്തിനെയോ കൂർമ്മത്തിനെയോ പരശുരാമനെയോ അടുത്തേക്ക് അടുക്കാൻ വയ്യ. പക്ഷേ കൃഷ്ണാവതാരം അതല്ല. ഇതേപോലെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അവതാരം വേറെ എങ്ങും കാണില്ല. അതുകൊണ്ട് ആ ഭഗവാൻ അവതരിക്കണമെന്നങ്ങോട്ട് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ആനന്ദത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് അദ്ദേഹം ഇരിക്കുമ്പോഴേക്കും പ്രപഞ്ചം മുഴുവൻ എന്താ പൊന്നുണ്ണിക്കണ്ണൻ്റെ അവതാരം റെഡിയായി കഴിഞ്ഞിരിക്കണു. എല്ലാവരും കൃഷ്ണാവതാരത്തിൻ്റെ യാഗയിൽ നിൽക്കുമ്പോൾ നദ്യപ്രസന്ന സലിലാഹൃദാജലർഹശ്രിയ ദുജാലുകുലസ്രംനാദസ്രവകാവനരാജയ വവൗവാഹു സുഖസ്പർശ പുണ്യഗന്ധവഹശുചി അഗ്നേശ്വദ്വിജാദീനാം ശാന്താ തത്ര സമിന്ദത. നദികളെല്ലാം കളകളാരവും ഒഴുകാൻ തുടങ്ങി. ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളും കരിങ്കൂവളപ്പൂക്കളും എല്ലാം കാലഭേദങ്ങളും മറന്നതാ എല്ലാം വിടർന്ന് നിൽക്കാൻ തുടങ്ങി. വണ്ടുകളെല്ലാം ഹരിഹരിന്ന് മൂളി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹംസങ്ങൾ പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ വായു ഇങ്ങനെ സ്വസ്പർശിയായിട്ട് വീശാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണരുടെ അഗ്നികുണ്ഡങ്ങൾ തന്നെ ജ്വലിക്കാൻ തുടങ്ങി. ദുഷ്ടന്മാരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത വിഷമങ്ങൾ തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. ആകാശം മുഴുവനും എൻ്റെ നഖം ഗുരുവായൂരപ്പന് എന്നുള്ള മട്ടില് കാർമേഘങ്ങൾ അങ്ങനെ ഇരുണ്ട് കൂടാൻ തുടങ്ങി. അഷ്ടമി ആവണേ ഉള്ളൂ. സകല ഗ്രഹങ്ങളും അതാതിൻ്റെ സ്ഥാനത്തെല്ലാം വന്ന് നിൽക്കുക. എൻ്റെ കണ്ണൻ്റെ അവതാരത്തിന് ഞങ്ങളെല്ലാം പങ്കെടുക്കണം എന്നുള്ളൊരു ഭാവത്തിൽ കൂടി അവരെ ഒന്നും ക്ഷണിക്കേണ്ടി വന്നില്ല. എല്ലാവരും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സകലതും എല്ലാ ഭാഗത്തും വന്ന് നിറഞ്ഞു കഴിഞ്ഞിരിക്കണു. ഇങ്ങനെ നോക്കുമ്പോൾ ഇടിമിന്നൽ പതുക്കെ ഓരോ മിന്നലായിട്ട് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അല്പാൽപമായിട്ട് മഴ ഇങ്ങനെ നമശിവായ നമശിവായ നാരായണ നാരായണ എന്ന് ജപിക്കണ്ടോ എന്ന് തോന്നും. ഓരോ മഴത്തുള്ളികളും കണ്ണൻ്റെ നാമം ഇങ്ങനെ കൃഷ്ണ 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 എന്ന് ജപിക്കണ്ടോ എന്ന് തോന്നും. ഓരോ മഴത്തുള്ളികളും ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ത്രൈലോക്യം മുഴുവനും എല്ലാം ആനന്ദത്തിലാണ്. കണ്ണനെ ഒന്ന് കാണാൻ കണ്ണു നിറയെ നിൻ ഭംഗി കണ്ടിട്ടെൻ്റെ കണ്ണു നിറയണമെൻ്റെ കണ്ണാ. നീലോൽപ്പലം പോലെ ഉള്ള നേത്രങ്ങളെ ഒന്നു കണ്ടോട്ടെ ഞാൻ എൻ്റെ കണ്ണാ. ഓരോരുത്തർക്കും മോഹം അത് മാത്രമാണ്. നിന്റെ കണ്ണൊന്ന് കണ്ടാലേ മതി. ആ കാരുണ്യാകുല നേത്രം ആർദ്രമായിരിക്കുന്ന ആ തൃക്കണ്ണുകൾ കാണാൻ മോഹിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും മഹാദേവൻ്റെ തിഥിയായിരിക്കുന്ന അഷ്ടമിയും ബ്രഹ്മദേവൻ്റെ നാളായിരിക്കുന്ന രോഹിണിയും വന്നു കഴിഞ്ഞിരിക്കണു. ചന്ദ്രൻ്റെ കുലത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അഷ്ടമി ആയിരിക്കുമ്പോഴേക്കും ചന്ദ്രൻ പൂർണ്ണ കലകളോടുകൂടി നിൽക്കാൻ തുടങ്ങി. ആ ചന്ദ്രൻ ഒന്ന് നോക്കി രോഹിണിയെ. തൻ്റെ 28 ഭാര്യമാരിൽ ഏറ്റവും സുന്ദരിയാണ് രോഹിണി. എപ്പോഴും രോഹിണിയോടാ കണ്ണന് പ്രിയം, ആ ചന്ദ്രന് പ്രിയം. ആ രോഹിണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ രോഹിണി ചോദിച്ചു, അത്ര എന്താ ചന്ദ്രേട്ട എന്നെ ഇങ്ങനെ നോക്കിയിരിക്കണത്? അല്ല, നിന്റെ നാളിലല്ലേ പൊന്നുണ്ണിക്കണ്ണൻ അവതരിക്കണത് രോഹിണിയിലെ, അതുകൊണ്ടാണ് നിന്നെ നോക്കി നിൽക്കണത്. ഇപ്പോൾ രോഹിണി വന്നു, അത്ര എൻ്റെ നാളിലാണെങ്കിലും അങ്ങയുടെ കുലത്തിലല്ലേ ജനിക്കണത്. അപ്പം ആർക്കപ്പം മഹിമ കൂടുതൽ? ഓരോരുത്തരും അഭിമാനിക്കുക, എൻ്റെ കുലത്തിൽ, എൻ്റെ നാളിൽ, എൻ്റെ വംശത്തിൽ അല്ലേ. ഓരോരുത്തരും യാദവന്മാർ മാത്രമല്ല, എല്ലാവരും മോഹിക്കണു എൻ്റെ കൂടെ ഭഗവാൻ. ദേവകി വിചാരിക്കണ എന്താ? ദേവകി തന്നോടെ ദുഃഖം കളവാനായി പാലാഴി വർണ്ണനവതരിച്ചു. തൃക്കൈകൾ നാലിലും ശംഖുചക്രത്തോടെ പീതാംബരത്തോടെ കാണായി വന്നു. ദേവി വിചാരിച്ചു എനിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചു. കുന്തി മാതാവ് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് തോന്നുന്നത്. ഋഷിമാർ വിചാരിച്ചു ഞങ്ങളുടെ തപസ്സിൻ്റെ ഫലം സാക്ഷാൽ ബ്രഹ്മം അവതരിക്കണത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകലവരും മാനുകളും മയിലുകളും മുയലുകളും ഒക്കെ പറയണു ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ എന്നല്ലാതെ കണ്ട് അവർക്ക് വേണ്ടിയിട്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാ ഭാഗവതൻ്റെ ഒരു ഭംഗി. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷ്ണാവതാരം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ. എല്ലാവരും അതിൻ്റെ ആനന്ദത്തിൽ കൃഷ്ണാവതാരോത്സവ സംഭ്രമോത്കൃഷൻ എല്ലാവരും കൃഷ്ണാവതാരത്തിൻ്റെ ആനന്ദത്തിൽ അങ്ങനെ തുടികൊട്ടിയിരിക്കുമ്പോഴേക്കും അർദ്ധരാത്രിയിലെ നിശീധേ തമോത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസില്ലതാ പ്രാച്യാം ദിശീന്ദുരുവ പുഷ്കല. കാർമേഘങ്ങളുടെ ഇടയിൽ നിന്ന് പതുക്കെ പൂർണ്ണചന്ദ്രൻ പുറത്തേക്ക് വരുന്നത് പോലെ ആ തമ ഉത്ഭൂതേ ആ ഇരുട്ടിലിതാ ഭഗവാന്റെ നീലക്കല്ലിൻ്റെ പ്രകാശം അവിടെ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കണ്ണി കണ്ടു
കടൽ നീളം വാഴ്ത്തും കമനീയ കാന്തി കണി കണ്ടു. ആ സുന്ദരമായിരിക്കുന്ന രൂപത്തിനെ ദാ കണ്ടു കഴിഞ്ഞിരിക്കണു. വസുദേവായിക്ഷത തമത്ഭുതം ബാലകം. അത്ഭുതനാണ്. അത് മാത്രമല്ല, ഭഗവാൻ ബാലകനായിട്ടാണ് ഭഗവാന്റെ അവതാരം. ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ എന്തൊരു അഴകാണ്. നമ്മളെങ്ങനെ നോക്കി നിൽക്കും കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടാൽ. ഇവിടെ ദാ ഭഗവാൻ ആ കൽത്തുറങ്കിലാണെങ്കിലും ഒരു കൊച്ചു കുട്ടിയായിട്ട് അവതരിച്ചു. നല്ല പീലിത്തിരുമുടി അണിഞ്ഞിട്ടുണ്ട്, ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്, അളകങ്ങൾ നെറ്റിയിൽ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, നല്ല ചെവിപ്പൂക്കളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, നല്ലതാ ആ മനോഹരമായിരിക്കുന്ന നെറ്റിയിൽ നല്ലൊരു ഗോപിക്കുറി അണിഞ്ഞിട്ടുണ്ട്, കാരുണ്യമൂർന്ന തൃക്കണ്ണുകൾ, എല്ലിൻ പൂവിനെ വെല്ലുന്നതായിരിക്കുന്ന തിരുനാസിക, തൃച്ചുണ്ടങ്ങനെ ചെന്തിക്കുണ്ടിപ്പഴം പോലെ മനോഹരമായിരിക്കുന്ന തൃച്ചുണ്ടുകൾ, അതിൻ്റെ ഇടയിൽ കൂടി മുല്ലമുട്ട പോലെ പ്രശോഭിക്കുന്ന ആ ദന്തങ്ങൾ അങ്ങനെ കാണാം. ആ മനോഹരമായിരിക്കുന്ന കവിൾത്തടങ്ങൾ, അങ്ങനെ ചുരുണ്ട് കിടക്കുന്ന അവിടുത്തെ കാക്കൂന്തൽ അങ്ങനെ കാണുന്നുണ്ട്. മനോഹരമായിരിക്കുന്ന കഴുത്തിൽ ധാരാളം മാലകൾ, രത്നഹാരങ്ങൾ, സ്വർണ്ണഹാരങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു വനമാല അങ്ങനെ അവിടെ ചാർത്തിയിരിക്കുന്നു. ശ്രീവത്സം, കൗസ്തുഭം അതൊക്കെ അണിഞ്ഞിട്ടുണ്ട്. തോൾവളകൾ, കൈവളകൾ, മോതിരങ്ങൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. 4 തൃക്കൈകളിൽ ശംഖചക്രിതാപത്മങ്ങൾ ധരിച്ചിട്ടുണ്ട്. അരമണികൾ, കിങ്ങിണികൾ, പൂണൂലൊക്കെ ധരിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിരിക്കുന്ന പീതാംബരപ്പെട്ട അങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. ആ കൂർമ്മം പോലെ മനോഹരമായിരിക്കുന്ന ആ പാദത്തിൽ ആ പദഭജനം ശ്രേയ എന്ന ഭാവത്തിൽ ആ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ പാദസുരങ്ങൾ, അങ്ങനെ 10 നഖങ്ങളും എല്ലാവരുടെയും മനസ്സിൻ്റെ ആ ഹൃദയാന്ധകാരം മാറ്റുന്ന സുന്ദരമായിരിക്കുന്ന 10 നഖങ്ങൾ പൂർണ്ണചന്ദ്രനെ പോലെ അങ്ങനെ സുന്ദരമായിരിക്കുന്ന തമത്ഭുതം ബാലകമംബുജേക്ഷണം മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേളമാല ധന്യശ്രീവത്സൽ കൗസ്തുഭമിട കലരും ചാരുതോറന്തരാളം ശംഖം ചക്രം ഗദാ പങ്കജമിവ വിളസും 4 തൃക്കൈകളോടും ഗുരുവായൂരപ്പൻ ദാ മുമ്പിൽ അങ്ങടെ പ്രത്യക്ഷമായി. വസുദേവ ഐക്ഷതാ. വസുദേവര് ഇത്ര നാൾ അനുഭവിച്ച ദുഃഖം മുഴുവനും വസുദേവരിൽ നിന്ന് മാഞ്ഞു പോയിക്കിരിക്കണു. ആ സകല ഇരുട്ടുകളും മാറി, ദുഃഖത്തിൻ്റെ കാർമേഘങ്ങളൊക്കെ മാറി. ഇപ്പം എന്താ ജ്ഞാനത്തിൻ്റെ പ്രകാശം, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അവതരിച്ചോടുകൂടി ഉള്ളിൽ ജ്ഞാനം പ്രകാശിച്ചു. വിദിതോസി ഭവാൻ സാക്ഷാൽ പുരുഷപ്രകൃതേ പരഹ കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിതൃക്ക്. എല്ലാവരുടെയും ഉള്ളിൽ ആനന്ദസ്വരൂപനായിട്ട്, ബുദ്ധിയായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. തൻ്റെ ഉള്ളിൽ ജ്ഞാനമായിട്ട് പ്രകാശിച്ചപ്പോൾ ജ്ഞാനം വന്നാൽ പിന്നെ അജ്ഞാനമാകുന്ന ഇരുട്ടിന് എവിടെയാ സ്ഥാനം? അജ്ഞാനവും മായയും സകലതും ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്. ആ ആനന്ദത്തോടു കൂടി ഭഗവാനെ കൂടെ സ്തുതിച്ചു. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. നന്നായിട്ടോ, സ്തുതി ഗംഭീരായി. അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയുടെ കണ്ണുകളെങ്ങനെ നിറഞ്ഞൊഴുകണു. മത്സാരഥേ കാണുവതിന്നു ഞാനും കൊതിച്ചിടുന്നു തവ ദിവ്യരൂപം നൽകിയിടുക ഇന്നെനിക്കൊരു ദിവ്യദൃഷ്ടി കാണട്ടെ ഞാൻ കൃഷ്ണ ഭവൽ സ്വരൂപം. കണ്ണങ്ങനെ നിറഞ്ഞു ഒഴുകുമ്പോൾ എങ്ങനെയാ കാർമുകിൽ വർണ്ണനെ കാണാൻ പറ്റണത്? കാർമേഘം പോലെ ആ കണ്ണുനീരൊന്നും മാറി നിൽക്കുമോ? മത്സാരഥേ കാണുവതിന്നു ഞാനും കൊതിച്ചിടുന്നു ഭവ ദിവ്യരൂപം നൽകിയിടുക ഇന്നെനിക്കൊരു ദിവ്യദൃഷ്ടി കാണട്ടെ ഞാൻ കൃഷ്ണ ഭവൽ സ്വരൂപം. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് എന്നാൽ അവിടത്തെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഭാഗവതം വായിക്കണു, നാരായണീയം വായിക്കണു എന്നും അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞാലൊന്നും എത്ര വ്രതം എടുത്തോന്നൊന്നും ഭഗവാൻ നോക്കില്ല. അവിടത്തെ കിട്ടില്ല. അവിടുന്നേ അനുഗ്രഹിക്കണം. കൃപയാ അവിടുത്തെ കൃപയുണ്ടാവണം. ആ കാരുണ്യം കൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദാ ആ അമ്മയും അവ്യക്തമായിരിക്കുന്ന ആ രൂപത്തിനെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ട് തൻ്റെ ദുഃഖം മുഴുവനും അണപൊട്ടി ഒഴുകി. ആ അമ്മയ്ക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? തൻ്റെ കുട്ടികൾ പോയത് മുഴുവനും കണ്ണനോട് പറഞ്ഞപ്പോൾ ഭഗവാന് സന്തോഷമായി. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം 3ാമതായിട്ട് ദാ അവതരിച്ചിരിക്കുന്നു കൃഷ്ണനായിട്ട്. ഈശ്വരഭാവ കുട്ടിയായിട്ട് പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും എന്നെ കണ്ടോളൂ, എന്നെ കൊണ്ടുപോക്കോളൂ അമ്പാടിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബഭൂവ പ്രാകൃത ശിശു, ഒരു കൊച്ചുകുട്ടിയായിട്ട് മാറി ഭഗവാൻ. ആ കണ്ണനെ അങ്ങോട്ട് കണ്ടോടുകൂടി, നീലക്കല്ലിനെ അങ്ങോട്ട് കിട്ടിയോടുകൂടി
പെട്ടെന്ന് ഇത്ര നേരം പ്രകാശിച്ച ജ്ഞാനമൊക്കെ പോയി മറിഞ്ഞു. പെട്ടെന്ന് മായയിലേക്ക് വന്ന് വിട്ടു. ഭഗവാന്റെ മായയിൽ അങ്ങോട്ട് വന്നപ്പോൾ കൈകാലുകളുടെ ബന്ധനങ്ങളൊക്കെ വിട്ട് താൻ അച്ഛനും അമ്മയായിട്ട് മാറി. എത്ര പെട്ടെന്ന് സർവേശ്വരനായിട്ട് കണ്ട ആൾക്കാർ പെട്ടെന്ന് മനസ്സങ്ങോട്ട് മാറി. മായയിൽ പെട്ടപ്പോൾ ഞാൻ അച്ഛനും അമ്മയാണെന്ന് തോന്നി. ഉണ്ണിക്കണ്ണനെ വാരിയെടുത്തു, നെഞ്ചോട് ചേർത്ത് പിടിച്ചു, കണ്ണിൽ വെച്ചു, താരാട്ട് പാടുന്നുണ്ട്, കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തു. വസുദേവർ സമ്മതിച്ചില്ല, കൊണ്ടുപോകണം, ഈ കുട്ടിക്ക് അപകടം ഉണ്ടാവരുതെന്നുള്ള മട്ടില് നെഞ്ചോട് ചേർത്ത് കാരാഗ്രഹന്റെ വാതിലുകൾ തന്നെ തുറന്നു. എല്ലാവരും ഉറക്കത്തിൽ അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ അനന്തം തന്നെ രക്ഷയായിട്ട് അനന്തസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ തന്നെ അനന്തമായിരിക്കുന്ന രക്ഷയായിട്ട് അങ്ങോട്ട് നിന്നു. ആ രക്ഷയിൽ അങ്ങനെ കാളിന്തിയിലേക്ക് അങ്ങോട്ട് എത്തേണ്ട താമസം ഉണ്ടായുള്ളൂ. കാളിന്തി തീരത്ത് അങ്ങോട്ട് എന്നപ്പോഴേക്കും കാളിന്തിക്കുണ്ടായി ഒരു സന്തോഷം. അലകളോടുകൂടി ഒഴുകുന്ന ആ കാളിന്തി സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. ഒരു കണ്ണാ സ്വാഗതം സ്വാഗതം, എൻ്റെ മകുടത്തിലേക്കല്ലേ നീ വരണത് എന്നുള്ള മട്ടില് ഒന്നങ്ങടെ മാറി നിന്നപ്പോഴേക്കും ഉയർന്നങ്ങനെ കണ്ടു കണ്ണനെ. ആ കണ്ണൻ്റെ പാദങ്ങൾ കണ്ടുകൊണ്ട് ആ കണ്ണനെയും കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് കടന്നു. മായാഭഗവതി എല്ലാവരെയും ഉറക്കിക്കിടത്തിയിരിക്കുന്ന ആ അമ്പാടിയിൽ അങ്ങോട്ട് ചെന്ന് യശോദ തൽപ്പത്തിൽ അങ്ങോട്ട് കിടത്തേണ്ട താമസം നീലക്കല്ലിനെ അങ്ങോട്ട് കിടത്തുമ്പോഴേക്കും അവിടെ ഒരു വെളുത്ത പെൺകുട്ടി കുഞ്ഞിക്കൈ പൊക്കി, അച്ഛാ എന്നെ കൊണ്ടുപോകും എന്നുള്ള മട്ടില് ആ കുഞ്ഞിക്കൈ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് അച്ഛൻ്റെ മാവിടത്തിലേക്ക് അങ്ങോട്ട് പടിഞ്ഞ് കയറി. കണ്ണൻ വന്നാൽ പിന്നെ ഞാൻ നിൽക്കില്ല, കാരണം മായയും കണ്ണനും കൂടി നിൽക്കില്ല. എവിടെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ടോ അവിടെ മായ ഉണ്ടാവില്ല, അല്ലേ? മായ ഒഴിഞ്ഞ് അമ്പാടിയെ നമുക്ക് ഭാഗവതം കാണിച്ചു തരിക. ഇങ്ങനെയായിരിക്കണം നമ്മുടെ മനസ്സ് ഓരോരുത്തരുടെയും. അമ്പാടിയാക്കി മാറ്റണം. ആ അമ്പാടിയിൽ പൊന്നുണ്ണി കളിക്കുമ്പോൾ മായയാണ് നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകണതൊക്കെ, അല്ലേ? ഈ മായാധിപനായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുമ്പോൾ മായ ഒഴിഞ്ഞു പോകും, നമ്മുടെ കൂടെ നിൽക്കില്ല. ഇരുട്ടൊരിക്കലും ദുഃഖം നിൽക്കില്ല, ദുരിതങ്ങൾ നിൽക്കില്ല, രോഗങ്ങൾ നിൽക്കില്ല. എല്ലാം നമ്മളെ വിട്ടതാ നമുക്ക് പരിപൂർണ ആനന്ദം തരും. അത് തരാൻ വേണ്ടി ഈ മുടക്കുഴ കൃഷ്ണൻ നമുക്കിതാ തന്നതാണ്. ഈ മഹാഭാഗ്യത്തിന് അതിനെ വേണ്ട മാതിരി എല്ലാവർക്കും കിട്ടാകാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും പരിപൂർണ അനുഗ്രഹം എന്നും എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 2 പ്രാവശ്യം ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഭാഗവതം വായിക്കാൻ ഒരു മഹാഭാഗ്യം ഉണ്ടായി. മൂന്നാമത് ഇതേപോലൊരു വേദിയിൽ വന്നിരിക്കാനൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നതാ. ആ ഭാഗ്യത്തിന് എത്രയാ നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട്